കൂട്ടുകാരെ, ഇന്നൊരു പ്രത്യേക സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ അജ്മാൻ മ്യൂസിയത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്തെ അതായത് ഈ യു എയിലെ അജ്മാൻ എമിറേറ്റ്സിൽ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ ഒരു ജീവിതശൈലികളും കാര്യങ്ങളും അവരുടെ വീടും നിർമ്മിതികളും എന്നുള്ള പുരാതന കാലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ പോകുന്നത്, അതായത് മ്യൂസിയത്തിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ, ഇവിടെ ഒരു 5 രൂപ പാസ്സാണ് നിലവിലുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു സമയം ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നപ്പം ഒരു റൂമിലോട്ടാണ് ആദ്യമേ കയറുന്നത്. ഞാൻ ഇത് കണ്ടോ, സ്റ്റോണൊക്കെ പാകിയേക്കുവാണ്, കല്ല് കീറി പാകിയേക്കുവാണ് ഇവിടെ എല്ലാം. പിന്നെ ഒരു ഡ്രസ്സും കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള ഒരു പെട്ടി. നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ അരിപ്പെട്ടി എന്നൊക്കെ പറയും. അവിടുന്ന് നേരെ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ മേലോട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറാൻ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കൽപ്പടവുകളാണ്. അത് ഇതുപോലെ കല്ലുകൾ കീറി പാകിക്കണം, പക്ഷേ പൊക്കമില്ല, അധികം വീതിയില്ല, ഞെരുങ്ങിയൊക്കെയാണ് മേലോട്ട് കയറുന്നത്. പണ്ടത്തെ ആ ഒരു സ്ട്രക്ചർ വർക്കല്ലേ, അത് മേലത്തെ ഫ്ലോറിൽ ഇതുപോലെ തന്നെ മാർബിളൊക്കെ പാകിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്നത്, ആദ്യമേ തന്നെ കയറി വരുമ്പോഴേ ഇവിടുത്തെ അന്ന് കാലത്ത് ഈ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളും, യുദ്ധത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ളതും അതുപോലെ തന്നെ വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും. ഇതൊരു പീരങ്കിയാണ്. പണ്ട് കാലത്ത് ഇവിടെ യുദ്ധസമയത്തൊക്കെ ഉപയോഗിച്ച പീരങ്കിയാണ്, യുദ്ധക്കപ്പലുകളിലേക്ക് നേടാൻ ഉപയോഗിച്ച പീരങ്കികളാണ്. അപ്പോൾ അരുണുണ്ട് എൻ്റെ കൂടെ, എൻ്റെ കൂട്ടുകാരൻ അരുണുണ്ട്, അതുപോലെ തന്നെ ജോമേഷും അവരെല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ജോമേഷാണെങ്കിൽ ഗഹനമായ വായനയാണ്, ഇതെന്നാ സംഭവം എന്നൊക്കെ മനസ്സിലാക്കുന്നു. അതേപോലെ അരുണാണ് സെൽഫി കാര്യങ്ങളിലേക്കാണ് അരുണും അവിടെ തളർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തായിട്ട് വരേണ്ടിയിട്ടുണ്ട്, ഇതിവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകൾ ഉപയോഗിച്ച വെടിയുണ്ടകളാണ്, ബുള്ളറ്റ്സ് ആണ് ഇത് ഫുള്ളും. ഇത് പല ടൈപ്പുണ്ട്. പിന്നെ ഈ ചെറിയ വട്ട് പൊരിക്കുന്ന, അത് മറ്റേ തിര നിറച്ച് ഉപയോഗിക്കുന്ന തോക്കുകൾക്കകത്ത് ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് ആ സാധനം. അത് ഇത്തരം ആയുധങ്ങളാണ് ആ സമയത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ തോക്കുകളും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ടൈപ്പ് തോക്ക്. ഡബിൾ ബാരലുണ്ട്, അതുപോലെ തന്നെ തിര നിറയ്ക്കുന്ന തോക്കുകളുണ്ട് ഇവിടെ. ആ ഒരു പഴയ കാലത്തെ ഒരു ശൈലിയിൽ നിർമ്മിച്ച, ആ ഒരു ഡിസൈനിലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു തോക്കുകളാണ് ഇതൊക്കെ. അന്ന് കാലത്ത് യുദ്ധ സമയത്തും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഉപയോഗിച്ചിരുന്ന തോക്കുകളാണ് ഈ കാണുന്ന മൊത്തമൊക്കെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ പിസ്റ്റല്, മരുന്ന് നിറയ്ക്കുന്ന പിസ്റ്റല്, അതുപോലെ തന്നെ മറ്റേ മരുന്ന് കുത്തി നിറച്ച് സിംഗിൾ ടൈം ഷൂട്ട് ചെയ്യുന്ന ഒരു ഗണ്ണാണിത്. പഴയ കാലത്തെ അതൊക്കെ ഒരു തരത്തിൽ അത് റെഡിയാക്കി അവർ വെച്ചേക്കാണ്. ഇത് പഴയ പുരാതന വസ്തുക്കൾ തന്നെയാണിത്. കൂടാതെ ആ സമയങ്ങളിൽ യൂസ് ചെയ്തിരുന്ന കത്തികളാണ്, യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തികളാണിത്. പല ടൈപ്പും ചെറിയ ബെൻഡോട് കൂടിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ സമയത്ത് അതിൽ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ ഇതാണ് ഒരു മഴു എന്ന് വേണേൽ പറയാം. അതായത് ചെറിയ വാതിലോട് കൂടിയ ഒരു മഴു, പക്ഷെ നല്ല നീളം പിടിയുമാണ് ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് നല്ല ആയത്തിൽ ശത്രുക്കളെ നേരിടാൻ വെട്ടാനും അതിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ഇത് ഇവിടുത്തെ യുദ്ധത്തിന് സൈനികരുടെ അരപ്പട്ടയാണ്. അരപ്പട്ടയിലൊരു കത്തി വെക്കാനുള്ള അതിൻ്റെ ഒരു ബാഗും പിന്നെ ആ ഒരു അരപ്പട്ടയോട് ചേർന്ന് സെറ്റ് ചെയ്തേക്കുന്ന ടൈപ്പുള്ള ഒരു ഒന്നാണ്. അതേപോലെ തന്നെ അതുപോലെ തന്നെ ഇതും മറ്റൊരു തരത്തിലുള്ളൊരു, ഇത് കുറച്ച് വളഞ്ഞിട്ടൊക്കെയുള്ളൊരു ടൈപ്പ് വരുന്നതാണ്. ഇതും അതിൻ്റെ പൗച്ചും എല്ലാം കൂടെ കൂടിയുള്ള ഒരു സെറ്റാണ് ഇത്. പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു നിർമ്മിതി എന്ന് പറഞ്ഞൊരു തികച്ചും വ്യത്യസ്തമായിട്ട് രീതിയാണ്. ഇത് പലതരത്തിലുള്ള കത്തികളും അതിൻ്റെ പൗച്ചും ഈ കാണുന്ന മൊത്തം പലതരത്തിൽ പല രീതിയിലും പല ഡിസൈനിലും. അതിൻ്റെ പിടിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്പ് പിടി കെട്ടി എടുത്ത ടൈപ്പൊക്കെയാണ് അതിൻ്റെ പിടി. പിന്നെ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വിശാലമായിട്ടൊരു ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് പണ്ട് കാലത്ത് യു എയിലെ ഒരു കുടുംബം എങ്ങനെയാണ് അവരുടെ ഒരു റൂം, ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ചെറിയ വാതിലാണ്, നമുക്ക് അത്യാവശ്യം കുനിഞ്ഞ് കയറണം, പൊക്കോളം തലയിടിക്കാൻ സാധ്യത. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആ സമയങ്ങളിൽ യൂസ് ചെയ്തിരുന്ന റേഡിയോ, ആ സമയങ്ങളിൽ യൂസ് ചെയ്തിരുന്ന കുപ്പായം, അതൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു കുപ്പായമാണ്. ആ സമയങ്ങളിൽ ഈ കൈ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ടൈപ്പ് കുപ്പായമാണ്. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങൾ, ജഗ്ഗുകൾ, ഡ്രസ്സ് ശേഖരിക്കാനുള്ളത്,
പിന്നെ അങ്ങനെ കുറേ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ച പാത്രങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആ കാലഘട്ടത്തിലെ പഴയ ഒരു അലമാരി, ഇത് ആ അലമാരിക്കധികം പഴക്കമുള്ളതല്ല, എന്നാലും അത് ഒരുപാട് നൂറ്റാണ്ട് വലിയ മഹാന്മാരൊക്കെ ഉപയോഗിച്ച ഒരു അനുസ്മരണയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ് അതെല്ലാം. അതുപോലെ തന്നെ ഇതൊരു ഫാമിലി, ഒരു കുടുംബം എങ്ങനെയാണ് അവിടെ അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ഒരു റൂമിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ താമസിച്ചിരുന്നത്, അവരുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്ന മൊത്തം. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഒരു അച്ഛൻ, അമ്മ, കുട്ടികൾ, പിന്നെ അമ്മ കുഞ്ഞിനെ ഇറക്കുന്നു. എനിക്കിതിനകത്ത് വളരെയധികം ഒരു സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തൊട്ടിലാണ്. ആ തൊട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു തൊട്ടിലാണ്. തടി കൊണ്ട് നിർമ്മിച്ചത്, അത് തടി കൊണ്ട് നിർമ്മിച്ച തുണികൾ കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കെട്ടി തൂക്കിയിടുന്ന പരുവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. 4 സൈഡിലോട്ടും റോപ്പ് വെച്ച് 4 സൈഡിൽ നിന്നും കെട്ടിയിട്ട് സിംഗിൾ റോപ്പായിട്ട് മുകളിലോട്ട് പോയേക്കാണ്. അതിനുള്ളിലാണ് കുഞ്ഞിനെ കിടത്തി ഉറക്കിക്കൊണ്ടിരുന്നത്, പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരുപാട് ഹൈറ്റിലല്ല, നിലത്തുനിന്ന് കുറച്ച് പൊക്കം മാത്രമേ അതിന് കൊടുത്തിട്ടുള്ളൂ. ഒരു മേ ബി ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ താഴെ വീഴാതിരിക്കേണ്ട അന്നുള്ള കാരണവന്മാരെല്ലാം അച്ഛനും അമ്മയൊക്കെ എടുത്ത ഒരു സേഫ് സിസ്റ്റമായിരിക്കും അത്. പിന്നെ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ ഒരു 1960 കാലഘട്ടങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഖുറാന് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ പോകേണ്ടത് ആ സമയങ്ങളിൽ ഉപയോഗിച്ച കിച്ചൺ ഏരിയയാണ്. അതായത് ഒരു കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 അടി നീളം 7 അടി വീതിയും അത്രയും മാക്സിമം കാണും. അതിനുള്ളിലുള്ളൊരു കിച്ചണാണ്. അതിനുള്ളിൽ അന്ന് കാലത്ത് ഇവിടുത്തെ മെയിൻ ഫുഡെന്ന് പറയുന്നത് ഈ റൊട്ടിയാണ്, ഈ കനലിൽ ചുട്ടെടുക്കുന്ന റൊട്ടിയാണ്. അതാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഈ റൊട്ടിയൊക്കെ ചൂടോടെ ചുട്ടെടുത്തിട്ട് അത് വെക്കാൻ വേണ്ടി കയറ് കൊണ്ട് വട്ടത്തിൽ നെയ്തുണ്ടാക്കിയ ഒരു മാറ്റ് പോലെ അതിൻ്റെ ഉള്ളിലാണ് ഈ റൊട്ടികളെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രത്യേക പഴക്കമുള്ള പാത്രങ്ങളെ, ചായ തിളപ്പിക്കാനും വെള്ളം ചൂടാക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങളെ, ഫുഡെല്ലാം അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. പിന്നെ അന്ന് വീടുകളിൽ കരി ഉപയോഗിച്ചാണ് തീ കത്തിച്ചുകൊണ്ടിരുന്നതും ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ. പാചകം ചെയ്യുന്നതൊക്കെ ഒരു കനൽ ചുട്ടൊക്കെയാണ് ഇവർ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വെക്കേണ്ട ഒരു പ്രത്യേക സജ്ജീകരണം പോലൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇവർ ഓല പോലെ നെയ്ത് മാറ്റുകളാണ് കൂടുതലായിട്ട്. മാറ്റുകൾ നല്ല രീതിയിൽ ആ സമയത്ത് തൊട്ടേ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഇവരുടെ എല്ലാ പുരാതന കാലങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലാണ് നമ്മൾ കയറി ആ പഴയ ആ ഒരു സ്ട്രക്ചറൽ വർക്ക് അതിൻ്റെ തനിമയോട് തന്നെ ഇവർ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ടതാണ് 1960 കാലഘട്ടങ്ങളിൽ ഇവിടെ സമ്പന്ന കുടുംബങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വണ്ടിയാണ് ലാൻഡ് റോവർ, പഴയ ലാൻഡ് റോവർ. ഈ സാധനമൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊക്കെ 1960 കാലഘട്ടങ്ങളിലൊക്കെ ദുബൈയിലൊക്കെ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലല്ലേ. അതുമാത്രമല്ല ഇത്രയും കാലവും യാതൊരുവിധ കേടുകൂടാതെ ഇത് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതൊക്കെ കാണാൻ കിട്ടാൻ തന്നെ വളരെ ഒരു സ്പെഷ്യൽ സാധനം തന്നെയായതുകൊണ്ട് വളരെ കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അത്രയും നല്ല പണ്ട് കാലത്ത് ഒരു പിക്കപ്പ് ടൈപ്പ് സാധനങ്ങൾ കൊണ്ടുപോകാനും വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം പണ്ട് കാലത്ത് ഈ ആട് മേയ്ക്കുന്നവരും അവരൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ആയുധങ്ങളും കാര്യങ്ങളും അവരുടെ പാത്രങ്ങളും അന്ന് തീ കത്തിക്കുന്ന മെത്തേഡും മണ്ണിൽ കുഴി വെച്ച് അതിന് ചുറ്റും കല്ലുകൾ പിറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിറക് വെച്ച് അങ്ങനെ കത്തിച്ചാണ് ഇവർ ആ സമയത്തൊക്കെ ഫുഡ് പാകം ചെയ്തതും തണുപ്പിൽ നിന്ന് രക്ഷകൊണ്ടൊക്കെ ഇരുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് ഇവിടങ്ങളിലുണ്ടായിരുന്ന ഓരോ ചരിത്ര കാര്യങ്ങളെപ്പറ്റി അവർ ഡിസ്പ്ലേയിൽ നല്ല രീതിയിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ പറ്റും. പിന്നെ പണ്ട് കാലത്തെ ഒരു വോള്, അതായത് പണ്ട് കാലത്തെ ഒരു ഭിത്തി, അതിൻ്റെ ഒരു ഭാഗം അവർ നല്ല രീതിയിൽ അതവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുണ്ണാമ്പ് അങ്ങനെയുള്ള മിശ്രിതങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ്. അതിൻ്റെ കുറച്ച് പോർഷന് അത് എന്ത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ചിത്രത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു പോർഷൻ തന്നെ അവിടെ
ഇപ്പോഴും അവർ വളരെ ഇതായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ. അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിച്ച വാതിലുകൾ, വലിയ ചിമ്മിനികൾ, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്കിവിടെ വന്നാൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും തലമുറയ്ക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. പിന്നെ ഇത് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2000 BC കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളുടെ ഒരു ശേഖരമാണ്. വളരെ ഒരു വ്യത്യസ്ത ഡിസൈനിലാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു അടുത്ത സെക്ഷനാണ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക ഒരു മേഖലയാണ് ഇവിടെ അന്ന് കാലങ്ങളിൽ പോലീസുകാർ അവരുടെ യൂണിഫോം ഒരു നോർമൽ ലെവലിൽ നിന്നൊക്കെ എങ്ങനെയാണുള്ളത് ഇവിടെ കാണാൻ പറ്റുമോ. അന്ന് ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മൈക്രോഫോൺസ്, അതുപോലെ തന്നെ വാക്കി ടോക്കീസ്, അതെല്ലാം ഇവിടെ ആ പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കി ടോക്കീസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അന്നത്തെ പോലീസുകാരുടെ യൂണിഫോമേ ഒരു പ്രത്യേകതര ഒരു യൂണിഫോമാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്നത്തെ ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം, അയാളുടെ ആയുധങ്ങൾ എല്ലാം ഇവിടെ വന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പോലീസുകാരന് ആ സമയത്ത് എന്തോ ഒരു തെറ്റ് ചെയ്ത ഒരാളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതൊരു സ്ട്രക്ചറായിട്ട് അവരിവിടെ ചെയ്തു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ചിത്രങ്ങളും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് നടന്ന ഫാൻസി പരേഡ്, പിന്നെ അന്നത്തെ കാലത്തെ ഉയർന്ന റാങ്കിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ക്യാപ്പ്, അദ്ദേഹം ഉപയോഗിക്കുന്ന സിമ്പിൾസ്, അതുപോലെ തന്നെ ബെൽറ്റ്, തോക്ക്, അതെല്ലാം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവർ കാണാൻ പറ്റും. അതെല്ലാത്തിനും പ്രത്യേകമായിട്ട് അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടാണെങ്കിൽ നമുക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാവും. പിന്നെ അന്ന് കാലങ്ങളിലെ അജ്മാൻ പാസ്പോർട്ടാണ്. അത് എനിക്ക് തോന്നുന്നത് ആ സമയങ്ങളിൽ പ്രത്യേകം പാസ്പോർട്ടുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാ എമിറേറ്റ്സിലും. ഇത് ആ സമയങ്ങളിൽ യൂസ് ചെയ്ത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഉപയോഗിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാൻകഫ്, കൈവിലങ്ങുകൾ, അതുപോലെ തന്നെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരെ ബന്ധോസ്താക്കി കൊണ്ടുപോകാനുള്ള കൈവിലങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഈ കാണുന്നത് ഗ്രാനൈറ്റ്സ്, അതുപോലെ തന്നെ ആ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രാനൈറ്റ്സും, പിന്നെ അതുപോലെ തന്നെ കാട്രിഡ്ജൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ആ സമയങ്ങളിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിസ്റ്റൾസ്, അത് പല ടൈപ്പുണ്ട്. അതിൻ്റെ ബുള്ളറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ചെറിയ പിസ്റ്റൾ മുതൽ ഇന്നൊക്കെയാണെങ്കിൽ ഒരുപാട് ലേറ്റസ്റ്റ് വെപ്പൺസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ സമയങ്ങളിൽ പോലും ഇവിടെ ഇത്രയും വെപ്പൺസൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് ഈ കാണുന്ന മൊത്തം. അത് സ്റ്റോണും ഇരുമ്പും എല്ലാം വെച്ച് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. അതും ഒരു പ്രത്യേകതയുണ്ട് അത് കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ വ്യാപാര മേഖലകളെ പറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ആ സമയങ്ങളിലെ ഒരു പഴയ ഇവിടുത്തെ എന്താ പറയണ്ടേ, ഒരു മാർക്കറ്റിൻ്റെ ഫോട്ടോയാണ് ആ കാണിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് വ്യാപാര വ്യവസായം നടന്നിരുന്ന ഒരു മാർക്കറ്റ്, അതിൻ്റെ ഒരു ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പെട്ടികളും, അതുപോലെ തന്നെ ബോക്സുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇനി തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയും. പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാണണം. ആ സമയങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ ആ സമയങ്ങളിൽ ഫിഷിങ്ങിനും ഡൈവിങ്ങിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് അന്ന് വിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള വെപ്പൺസും, ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെപ്പൺസും റോപ്സും, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ പേൾസ്, മുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ വ്യാപാരം നടത്തുന്ന ആൾക്കാരുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അവരുടെ രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവിടെ വ്യക്തമായിട്ട് കാണാം. ഇത് പിന്നെ വന്നെങ്കിൽ ഇവിടുത്തെ ടൈലർ ഷോപ്പാണ്. അന്ന് കാലങ്ങളിലൂടെ എന്താ പറയണ്ടേ, പണ്ട് കാലങ്ങളിലൂടെ തുണി തയ്ക്കുന്നതും തുണിത്തരങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇതുപോലുള്ള ഷോപ്പുകളിലായിരുന്നു.
അന്നത്തെ ടൈപ്പ് ആ സമയത്തുള്ള എന്താ പറയണ്ടേ ഡ്രസ്സുകളും കുപ്പായങ്ങളൊക്കെ ഏത് ടൈപ്പാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വരുന്നത് ഒരു എന്താ പറയണ്ടേ ഈ തലയിണകളും അതുപോലെ തന്നെ ബെഡുകളും ഒക്കെ റെഡിയാക്കുന്ന ഒരു അപ്പോൾസറി വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷനിലോട്ടാണ്. അവരെങ്ങനെയാണ് പണ്ട് കാലത്ത് പഞ്ഞികൾ മറ്റേ ചെമ്മരിയാടിൻ്റെ ഒക്കെ രോമത്തിൽ നിന്നും ബെഡ്ഷീറ്റും കമ്പിളികളും പില്ലോകളൊക്കെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത്. ഇത് അതുപോലെ തന്നെ കൂടിയ തുണിത്തരങ്ങൾ വിൽക്കുന്ന വ്യാപാരികളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ആളുകളെയും വ്യാപാരിയൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് കഴിഞ്ഞ് വന്നാണ് ഈ കാണുന്ന കയറ് ഉൽപ്പന്നങ്ങളെ മാറ്റുൽപ്പന്നങ്ങളെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാപാരം നടത്തുന്ന ആൾക്കാരുടെ ഒരു ഷോപ്പാണ് ഇത്. ആ സമയങ്ങളിൽ അടുപ്പ് കത്തിക്കാൻ ആവശ്യമായ വിറകുകളും കരികളും എല്ലാം വിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതി ആ സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെയായിരുന്നു അടുപ്പ് കത്തിച്ചിരുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ അത് നല്ല രീതിയിൽ അവർ അത് നമുക്ക് മനസ്സിലാകുന്നത് സിമ്പിളായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ടത്. നല്ല രസമാണ്, കാരണം നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. ഇതാണ് ആ സമയത്ത് നമ്മൾ വീട് നിർമ്മാണത്തിന് ആവശ്യമായ പ്ലാസ്റ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം നിർമ്മിക്കുന്ന കല്ലുകൾ ചുട്ടെടുക്കുന്നതും അങ്ങനെയുള്ള ഒരു സെക്ഷനിൽ ഇതാണ് ഈ ടൈപ്പുള്ള കല്ലുകളാണ് ഇവിടെ പണ്ട് നിർമ്മിതികൾ ഓരോ ചരിത്ര പുരാതന നിർമ്മിതികളും നിർമ്മിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ചെമ്പ് പാത്ര നിർമ്മാണശാലയാണ്. വലിയ ബിരിയാണി ചെമ്പുകളും മറ്റും ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ. ആ സമയത്ത് അവർ ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അന്ന് ഉണ്ടാക്കിയ പാത്രങ്ങൾ, ചെമ്പുകൾ എല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതൊരു കൊല്ലൻ്റെ ആലയാണ്. കാരണം ആ സമയത്തുണ്ടായിരുന്ന പണിയായുധങ്ങൾ കാര്യങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ആങ്കറുകൾ, നങ്കൂരങ്ങൾ, അതുപോലെ തന്നെ ചെറിയ താക്കോലുകൾ, കൊളുത്ത് കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു സ്പെഷ്യൽ ഇവിടുത്തെ ആ ഒരു ബ്ലോവർ, അതായത് എയർ കനലിന് ചൂട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലോവർ ഒട്ടകത്തിൻ്റെ സ്റ്റൊമക്ക് അവർ കുറച്ച് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ബേക്കറി സെക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെയധികം നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ആ സമയത്ത് മുടി വെട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അത് വളരെ വ്യത്യസ്തമായ കുറേ ആയുധങ്ങൾ, ഇന്നുള്ള അഡ്വാൻസ് ടെക്നോളജി കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിൽപ്പന നടത്തുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. ആ സമയത്ത് ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. അത് വളരെ നല്ല രസമാണ് കാണാൻ തന്നെ. ആ സമയത്തെ അളവ് പാത്രങ്ങളും കാര്യങ്ങളും. പിന്നെ ആ സമയത്ത് ഒരു കേറ്ററിങ് സെക്ഷനാണിത്. വലിയ വലിയ പാചകങ്ങൾ നടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള സെക്ഷനാണിത്. ഇത് പിന്നെ ആ സമയത്തെ എന്താ പറയണ്ടേ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഹുക്കയുടെയൊക്കെ ഒരു ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ സമയത്തെ ആൾക്കാർ ഇതൊക്കെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും. ഇതിനുള്ളിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. നമ്മളിനി അടുത്ത സെക്ഷനിൽ അവിടെയാണ് പോകുന്നത്. അവിടെ ഇതൊക്കെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനും എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ എന്താ പറയണ്ടേ അടുത്തായിട്ട് ഇനി നമുക്ക് കാണാനുള്ള പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രങ്ങളും ആ സമയത്തെ ആരോഗ്യ മേഖലയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പണ്ട് സമയത്ത് ഇവിടുത്തെ ട്രഡീഷണലായിട്ട് പണ്ടത്തെ ആ ഒരു ചികിത്സാ രീതികളും എല്ലാം നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഇങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നതും ആ സമയത്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നതിലെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഹിജാമ പോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. ആ സമയത്ത് കുട്ടികൾക്കും സ്ത്രീകളുടെയും പ്രത്യേക സെക്ഷനായിരുന്നു അന്ന് പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക സെക്ഷനായിരുന്നു. അത് പഴയ പാരമ്പര്യ ചികിത്സാ രീതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് റെഡിയാക്കാൻ ഇടിക്കാനും ചതയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനറീസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവ് പാത്രങ്ങളും മരുന്നുകൾ റെഡിയാക്കാനും കൂട്ടാനും അതുപോലെ തന്നെ മിക്സ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് അവരത് എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്.
ഇതവിടുത്തെ പാരമ്പര്യ ചികിത്സ നടത്തുന്നൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ചെയ്യുന്ന അദ്ദേഹം കാണാതെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം അത് വളരെയധികം നല്ല രീതിയിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു പാത്രം പോലുള്ളതിനകത്താണ് അത് എഴുതി സൂക്ഷിക്കുന്നത്. ആ സമയങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തികളാണോ, എന്തെങ്കിലും മുറിവിനൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കത്തികളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും കാണാൻ പറ്റുക ഒരു വളരെ ഒരു റെയറസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ സമയത്ത് പോലും അവർ ട്രഡീഷണൽ ആയിട്ടുള്ള വൈദ്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് അതിനെ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ ഒടിവ്, ചതവ് പോലുള്ള കാര്യങ്ങൾ പറ്റുന്നവർക്ക് പാരമ്പര്യ ചികിത്സാ പ്രകാരം കൈ വെച്ച് കിട്ടുക, മുറിവിന് മരുന്ന് വെച്ച് കിട്ടുക, അതൊക്കെ ഇവിടെയാണ് കൂടുതലായിട്ടും അപകടം പറ്റുന്നവരെ ചികിത്സിച്ചുകൊണ്ടിരുന്നൊരു സെക്ഷനാണ്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ഒരു എമിറേറ്റ്സ് സംരക്ഷിക്കാനായിട്ട് സെക്യൂരിറ്റി ഗാർഡുകൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാണ് ഫുള്ളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നമുക്ക് വാതിൽ തുറന്ന് കയറാൻ പറ്റത്തില്ല. ഇതുപോലെ കയറുകൾ കെട്ടി വലിച്ച് അതിൻ്റെ മണ്ടേ കയറി പിന്നെ ഫുഡ് കാര്യങ്ങൾ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ കയറിൽ കെട്ടി അതായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതും ആ ഒരു പാരമ്പര്യ ഒരു നിർമ്മിതി, ട്രഡീഷണൽ സ്ട്രക്ചറൽ വർക്കാണ് ഈ കാണുന്ന മൊത്തം. അതൊരിക്കലും ഒരു കാരണവശാലും അതിന് മാറ്റം വന്നിട്ടില്ല. അപ്പം എൻ്റെ കൂടെ വന്ന 2 പേരാണ് ഇവർ. ഒന്ന് ജോമേഷും ഒന്ന് അരുണും. ഇവർ പുറത്ത് ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. പിന്നെ ഇവിടെ പണ്ട് കാലത്ത് ഇവിടുത്തെ ഒരു സൈന്യാധിപന് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി തോക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണാൻ നമുക്ക് പറ്റും. വളരെ നല്ലൊരു ടൈമിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതാണ്. ഒരുപാട് കാണാനുണ്ട് ഇതിൽ. ഇവിടെയാണ് പണ്ട് കാലത്ത് കുട്ടികളൊക്കെ അന്ന് ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചിലവഴിച്ചിരുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളിക്കോപ്പുകളും അന്ന് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എനിക്ക് ഒരു വളരെ സ്പെഷ്യാലിറ്റി തോന്നിയ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പച്ച മടലൊക്കെ വെട്ടി ആ സമയങ്ങളിൽ ബോളൊക്കെ ഇങ്ങനെ പേപ്പറിൽ കെട്ടി ഉണ്ടാക്കി ക്രിക്കറ്റൊക്കെ കളിച്ച ഒരു സമയം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അതൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ അവർ സമയം ചിലവഴിച്ചിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ ക്രിക്കറ്റും ബോളും ഒക്കെ ആ സമയത്ത് വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതൊക്കെ. ആ ഒരു ഇതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവർ ആ സമയത്തെ കുട്ടികൾ ഒഴിവ് സമയങ്ങൾ ചിലവഴിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ പോകുന്ന ഇവിടുത്തെ പണ്ട് കാലത്തെ വാദ്യോപകരണങ്ങൾ, തബല, മറ്റേ ഇത് എന്താ പറയണ്ടേ, വലിയ ഡ്രം സെറ്റുകൾ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ. അന്നത്തെ ഇവിടുത്തെ ഓടക്കുഴലുകളും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി, ആ ഒരു മോഡൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. സംഗീത ഉപകരണങ്ങളുടെ ആൾക്കാരുടെ ആ ഒരു സെക്ഷനിൽ പോലും നമുക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവരിതുപോലെ വെപ്പൺസ്, ഇവിടെ തോക്കുകൾ പോലുള്ള വെപ്പൺസ് അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് സംഭരിക്കാൻ പ്രത്യേകം പത്തായം വെക്കേണ്ട. ഇവിടെ ഈന്തപ്പഴം അതായത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തായമാണ്, ഒരു സ്റ്റോറാണിത്. നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് സൂക്ഷിക്കുന്നതിന് പകരം ഇവിടെ ഈന്തപ്പഴമാണ് ഇവർ ഇതുപോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വെറൈറ്റി ഒരു ഇതായിരുന്നു കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഡെസേർട്ടിൽ ആൾക്കാരെങ്ങനെയാണ് അവരുടെ ജീവിതം നയിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക രീതിയിൽ ആ സമയത്ത് ഫുഡ്, പിന്നെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ഒട്ടകത്തിൻ്റെയൊക്കെ സ്റ്റൊമക്കിനകത്ത് അത് ക്ലീൻ ചെയ്യട്ടെ അതിനകത്ത് വെള്ളം നിറയ്ക്കുന്ന ഒരു ബാഗ് സിസ്റ്റമാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാടിത്. പിന്നെ ഇവിടുത്തെ ഫാൽക്കൻ്റെ, പണ്ട് തൊട്ടേ ഇവർ ഫാൽക്കൺ ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. പണ്ട് കാലത്ത് ഇതുപോലെ ഫാൽക്കണുകൾ ഉപയോഗിച്ച് ഇവർ വേട്ടയാടിയിരുന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇത്. ഒറിജിനൽ ഫാൽക്കനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഓരോ റൂമുകളിലേക്ക് ഇങ്ങനെ മാറി കയറുമ്പോൾ ആ സമയത്തെ വിദ്യാഭ്യാസ മേഖലകളും ലേഡീസിൻ്റെ സ്വയം തൊഴിൽ ശാലകളും ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ മെയിനായിട്ട് അവർ ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു പഠനശാല നമുക്കിവിടെ കാണാൻ പറ്റും. അത് പഠിപ്പിക്കാൻ ഒരു അധ്യാപികയും
അങ്ങനെയൊക്കെയുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൂടുതലും ഖുറാൻ പഠനമാണ് കൂടുതൽ വന്ന് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു സെക്ഷനാണ് ഈ സമയത്തെ ഒരു സമ്പന്നരായിട്ടുള്ളൊരു കുടുംബത്തിലെ ഒരു വനിത, അവരുടെ ആഭരണങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെയധികം വിലപിടിപ്പുള്ള ആഭരണങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് വെച്ച് സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു കൂട്ടുകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഫാമിലിയാണ്, സമ്പന്ന ഫാമിലിയുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അരയിലൊരു ആയുധം ഉണ്ടായിരിക്കും. എല്ലാവരെയും നല്ല വില കൂടിയ കുപ്പായങ്ങൾ, ആ സമയങ്ങളിലെ വില കൂടിയ കുപ്പായങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു ലിവിങ് സ്റ്റൈല്, അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയങ്ങളിൽ തെറ്റ് ചെയ്യുന്നവരെ ഇതുപോലെ ഒരു വലിയ തടിയിൽ ഒരു കാല് വെക്കാവുന്ന പരുവത്തിൽ ഒരു കട്ടിങ് ഉണ്ടായിട്ട് അതിന് മുകളിൽ ഇരുമ്പ് കമ്പികളാൽ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം ഇതേപോലെ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ കാല് നല്ല രീതിയിൽ മരച്ച് വേദന എടുക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള, ആ സമയത്ത് ഇങ്ങനെയാണ് ശിക്ഷാവിധികൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇതൊരു പഴയ കാലത്തെ ഒരു ശിക്ഷാവിധിയുടെ ഒരു അനുസ്മരണമാണ് ഈ കാണുന്നത് മൊത്തം. അതുപോലെ ആ സമയങ്ങളിൽ ഉപയോഗിച്ച പാറക്കെട്ടുകളും അതുപോലെ പറയുന്ന ചുറ്റുമതിലുകളും അതുപോലെ തന്നെ ഏണിപ്പടികളും ഒക്കെയാണ് ഈ കാണുന്നത്. ഒരു ഫ്ലോറിൻ്റെ മുകളിലോട്ടൊക്കെ പോകാണ്ട് പണ്ട് കാലത്തെ ആ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് മൊത്തം. ആ ഒരു കോട്ടയ്ക്ക് സംരക്ഷണം നൽകുന്ന ഒരു പീരങ്കിയും ആ സമയത്ത് ഒരു എന്താ പറയുക, ഒരു പവർഫുള്ള വെപ്പൺസ് വേണം നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഇതൊരു പ്രത്യേകതയാണ്, പണ്ട് കാലത്ത് ഒരു കൃഷി ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് വലിയ ആഴമുള്ള കുഴികളിൽ നിന്നും നാൽക്കാലികളെ ഉപയോഗിച്ച് കെട്ടി വലിച്ചാണ് വെള്ളം അത്രയും നടത്തിക്കൊണ്ട് അതിൻ്റെ കഴുത്തിൽ കെട്ടിയതിന് ശേഷം കർഷകൻ അതിനെ മുമ്പിലൂടെ നയിക്കും. അങ്ങനെ ഒരുപാട് താഴ്ചയിൽ നിന്ന് നല്ല ഭാരമുള്ള തൊട്ടിക്കകത്ത് വെള്ളം കോരിയെടുത്താണ് കൃഷികൾക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ആ സമയത്ത് ഒരു കൃഷി എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്ന മൊത്തം. അതുകൊണ്ട് വളരെയധികം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം കൂടുതലായിട്ട് ഡേറ്റ്സ് പ്ലാന്റാണ്. ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കൃഷി ആയുധങ്ങളെ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാഗ്, ആ സമയങ്ങളിൽ കണ്ടോ കയറിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു ചെരുപ്പാണ് ഇവിടെ കാണുന്നത്. ചകിരിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചെരുപ്പാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് കുഴിക്കാനും കുത്താനും വെട്ടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ചെരുപ്പുകളും, പിന്നെ ആ സമയത്ത് ഡേറ്റ്സൊക്കെ ഇവർ വിളവെടുത്ത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും. ഇത് ചക്കാണ്, അതായത് ഈ എണ്ണ ആട്ടുന്ന ചക്ക് പോലത്തെ ഇവിടുത്തെ ഒരു പഴയ ചക്കാണ് ഈ കാണുന്നത്. അത് തടിയിലാണ്, ഫുള്ള് ഒരൊറ്റ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതിയാണത്. പിന്നെ ഇതിവിടുത്തെ ഒരു പാചക ഒരു സെക്ഷനാണ്. ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റൗണ്ട് അതാണ് ഇവിടെ ആഹാരങ്ങൾ, അതായത് റൊട്ടിയൊക്കെ ചൂടോടെ ഉണ്ടാക്കി അതിന് മുകളിലിട്ടിട്ട് അതിന് മുകളിൽ ഇതേ സെയിം, അതായത് കയറ് കൊണ്ട് നിർമ്മിച്ച ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് അടുത്ത ഇത് വെച്ചിട്ടാണ് ഇത് ചൂട് പോകാതെ അത് സൂക്ഷിച്ചു കൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പ്രത്യേകം പാത്രങ്ങളും പൊടിക്കാനും ചതയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളും, ഇതൊക്കെ ഒരു കലവറയെന്ന് വേണേൽ പറയാം. ആ സമയങ്ങളിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത്. വലിയ ബിരിയാണി ചെമ്പുകളും വലിയ പാത്രങ്ങളും സ്റ്റീമറും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓരോ ഏരിയയിലും ഇങ്ങനെ പഴയ കാലങ്ങളിൽ യൂസ് ചെയ്ത തോക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അത് നേരെ തല കീഴ്പോട്ടായിട്ടാണ് അത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഒരിക്കലും അതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും, അതുകൊണ്ടാണ് അത്രയും സെക്യൂരിറ്റിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മറ്റൊരു റൂമാണ്. ആ സമയത്ത് ഇവിടുത്തെ മെയിൻ ഒരാൾ യൂസ് ചെയ്ത ആയുധങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്ന കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സമയം നോക്കിയ ടൈം പീസും കാര്യങ്ങളും എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ പേരും നെയിം ബാഡ്ജും പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കത്തിയും അരപ്പട്ടയും. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെയാണ് ഈ കാണുന്നത് വെപ്പൺസും ഇതെല്ലാം. ഇത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ഉടുപ്പും, ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെയാണ് ഈ കാണുന്നത് മൊത്തം.
വളരെ ഒരു ഇതൊക്കെ പറയുന്ന പഴയ ഒരു എന്താ പറയുക ആ ട്രഡീഷണൽ ടൈമിൽ ഇത്രയും ഡിസൈനിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകം വാളൊക്കെ വെക്കുന്നതിൻ്റെ കവറുകൾ ഡിസൈനൊക്കെ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് അത് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഒരു പടമാണ്. ഇത് എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇത് നിർമ്മിച്ചെടുത്താൽ, കാരണം ഇത് അതായത് നമ്മുടെ ഓലയിൽ ഇങ്ങനെ നെയ്തെടുത്തേക്കുന്നതാണ്. ഒരു റൂമിലോട്ട് കയറാനുള്ള പടമാണ് ഇത്. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് വളരെയധികം നമുക്ക് സമയം എന്താ പറയുക ഇവിടെ കാണാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ കാല ഈ എമിറേറ്റ്സിൽ ഇന്ന കാര്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നതൊക്കെ വളരെയധികം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ ആ സമയത്തെ ഭരണാധികാരികളെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോയും ഒരു ഫോട്ടോ സെക്ഷൻ തന്നെ ഇവിടെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം പ്രത്യേകം അതിനെപ്പറ്റി അവർ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. പഴയ ആ ഒരു അജ്മാൻ നഗരമാണ് ഈ കാണുന്നത്. അജ്മാൻ നഗരത്തിൻ്റെ ഫോട്ടോയാണ്. ആ ഒരു നഗരമാണ് ഇന്ന് ഇത്രയും ഡെവലപ്മെൻറ്റ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊക്കെ വളരെയധികം എന്താ പറയണ്ടേ, ഒരു നമുക്കിതിങ്ങനെയൊക്കെയെങ്കിലും ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.